ഗൈസ് അപ്പം ഇന്ന് ഞങ്ങളാണെങ്കിൽ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഗൈസ്. എൻ്റെ പഴയ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവളാണ് ഗായത്രി. അവൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറേ നേരമാണെങ്കിലും ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ആ കോഫി ഷോപ്പിലായിരുന്നു. എന്നിട്ട് ഞാനും പിന്നെ അവരും ഒക്കെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ആ കോഫി ഷോപ്പിലിരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉച്ചയായപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വിശന്നു. അപ്പോൾ അവൾ പറയുവാണ് ഗായത്രി പറയുവാണ് എന്നാൽ പിന്നെ നമുക്ക് നദാവിലേക്ക് വിട്ടാലോ. അപ്പം ഞങ്ങൾ ഓർത്ത് മന്തി കഴിക്കാനാണോ, എന്നാൽ ഓക്കെ റെഡി പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ 3 പേരും കൂടെ മന്തി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. മന്തി മനസ്സിൽ വിചാരിച്ചോണ്ട് ഞങ്ങൾ അങ്ങനെ മന്തിക്കടയിലോട്ട് കയറി, നദാവി മന്തിക്കടയിലോട്ട്. അവിടെ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ വരാമെന്ന് പറഞ്ഞാൽ അതാണ് ബെൻസാൻ. അത് കഴിഞ്ഞിട്ട് സോറി ഗൈസ് അവൻ ഇതിനകത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അത് എൻ്റെ ഗൈസ് അത് കാണാൻ എന്ത് രസമാണെന്നറിയാമോ, നദാവിയുടെ ആ ഒരു നല്ല രസമൊക്കെ ഉണ്ട് അത് കാണാൻ. പിന്നെ ഞാനാണെങ്കിൽ ഒരു അറബിക് ഷവായി മന്തിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ എൻ്റെ പൊന്നു ഗൈസ് വേറെ ലെവൽ. ബൈ ബൈ.